സ്മൃതിമുദ്രകളിലേക്ക് സ്വാഗതം. ഹൃദയസ്പർശിയായ കഥകളിലൂടെ മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് പെരുമ്പടവം. ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധി പോലെ തന്നെ ഒരാൾ, കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ, തിരക്കഥാകൃത്ത്, പ്രഭാഷകൻ, എല്ലാത്തിനുമുപരി ആരോടും പരിഭവമില്ലാത്ത സൗഹൃദം കാൽക്കുന്ന ഒരാളായി എഴുത്തിൻ്റെ വഴിയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട് ഇന്നും മഷിയുണങ്ങാത്ത പേനയുമായി ശ്രീ പെരുമ്പടവം ശ്രീധരൻ സ്മൃതിമുദ്രകളിൽ ഇന്നത്തെ അതിഥിയായി എത്തുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് നമ്മളെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. പെരുമ്പടവം എന്ന് പറയുന്നത് എറണാകുളത്തിനും കോട്ടയത്തിനും ഇടയിൽ ഏത് ജില്ലയിലാണ് വരുന്നത്? എറണാകുളം ജില്ലയാണ്, പക്ഷെ അത് കോട്ടയത്തോട് അടുത്താണ് കിടക്കുന്നത്. അത് ഗ്രാമത്തിനെ പറ്റി, ആ നാടിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തുടങ്ങാൻ നോക്കാം. ചെറിയ ഗ്രാമം, നല്ല മനോഹര, എൻ്റെ കുട്ടിക്കാലത്ത് അത് അതിമനോഹരമായ ഒരു ഗ്രാമമായിരുന്നു. ഭൂമിയുടെ ഹൃദയം പോലെയുള്ളൊരു ഗ്രാമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. ആ ഗ്രാമീണ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് അതതിൻ്റെ നാഗരികമായ മുഖഛായകളോടുകൂടി അതിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങളും അതുപോലെ എല്ലാ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ മാറ്റങ്ങൾ കാണാം. പണ്ടാണെങ്കിൽ പലതരം കൃഷികളുണ്ടായിരുന്ന പാടങ്ങളുണ്ടായിരുന്നു, കരഭൂമിയിൽ കൃഷികളുണ്ടായിരുന്നു, വീട്ടിന് ചുറ്റും കൃഷികളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാതെയായിരിക്കുന്നു. അവിടെ ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ഗ്രാമത്തിൽ ജനിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. ഒരു പുരാതന സംസ്കൃതികളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഗ്രാമമാണ് എൻ്റെ കുട്ടിക്കാലത്ത്. അതിനൊക്കെ ഒരു ഗ്രാമീണമായൊരു ഭംഗിയുണ്ടായിരുന്നു. സാംസ്കാരികമായ കാര്യങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, പള്ളി പെരുന്നാളുകൾ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചു കൂടുന്നത് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രാമമാണ്. ഇപ്പം ഞാൻ 10-60 വർഷമായി അവിടെ നിന്ന് ഗ്രാമം വിട്ടു പോന്നിട്ട്. അവിടെ പഴയ വീടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? പഴയ വീടെന്നല്ലേ, ഞാനൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് പെരുമ്പടവത്ത്. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ഗ്രാമമായതുകൊണ്ട് ഇപ്പോൾ ചെറിയ വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ താമസിക്കും, പോരുമ്പോൾ വീട് പൂട്ടിക്കൊണ്ട് പോരും. ആ ഗ്രാമത്തോടുള്ള എൻ്റെ ഇഷ്ടം കാരണമാണ്. അത്രയും നന്മയുള്ളൊരു ഗ്രാമമാണെന്നുള്ളത് കൊണ്ടാണ് വളരെ കാലത്തിന് ശേഷവും ഞാൻ അവിടെ പോയൊരു വീടുണ്ടാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോയി താമസിക്കുന്നത്. അവിടെ നിന്ന് അകന്ന് താമസിക്കുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-46 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരം നഗരത്തിലാണ് താമസിക്കുന്നത്. എങ്കിലും എൻ്റെ ഉള്ളിലുള്ള ഒരു ഗ്രാമീണനാണുള്ളത്. അത് ആ ഗ്രാമത്തിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഒരു സന്തോഷം ആ ഗ്രാമത്തെക്കുറിച്ച് എനിക്കുണ്ട്. ഈ അച്ഛൻ കർഷകനായിരുന്നോ അതോ വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥനായിരുന്നോ? അല്ല, കർഷകനായിരുന്നു. അപ്പോൾ അത് കർഷകൻ എന്ന് പറഞ്ഞാൽ വലിയ ഭൂസ്വത്തൊന്നും ഉള്ളതല്ല. ഇടയ്ക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് ജീവിക്കാൻ മാത്രമുള്ള ഭൂസ്വത്തെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു പോകും. അപ്പോൾ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും? പൊതുവേ അല്ല, പിന്നെ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ എൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പാവപ്പെട്ട അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെയും എൻ്റെ സഹോദരിയെയും വളർത്തിയത്. കാര്യം ഒരു കുടുംബമുണ്ടായിരുന്നുവെങ്കിലും, തറവാടുണ്ടായിരുന്നുവെങ്കിലും അവിടെ അന്യരെ പോലെയായിരുന്നു ഞാനും എൻ്റെ അമ്മയും പെങ്ങളും. അപ്പോൾ അത് കുട്ടിക്കാലം വളരെ, എൻ്റെ ഏകാന്തമായ കുട്ടിക്കാലം, അനാഥമായ കുട്ടിക്കാലം, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരാറ്. പക്ഷെ അത് നന്നായി, അങ്ങനെയൊക്കെ ആയതും നന്നായി. ധാരാളം ഈ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. എന്നെനിക്ക് എഴുത്തിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം അത് തന്നെ ആയിരിക്കാം അല്ലേ? എനിക്ക് എടുത്തു പറയാവുന്ന കാരണങ്ങളൊന്നുമില്ല. എൻ്റെ അച്ഛൻ കവിത എഴുതിയിട്ടില്ല, അമ്മ നോവൽ എഴുതിയിട്ടില്ല. ആ കുടുംബത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ആരുമില്ല. അങ്ങനെ പാരമ്പര്യങ്ങളിൽ നിന്നല്ല ഞാൻ വരുന്നത്. ആ ഗ്രാമത്തിലും അങ്ങനെയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏകാന്തമായ കുട്ടിക്കാലം, അനാഥമായ കുട്ടിക്കാലം, എനിക്കിഷ്ടം പോലെ സമയം, എനിക്ക് സമപ്രായക്കാരായ കുട്ടികളുമായിട്ട് കളിച്ചു നടക്കാൻ തോന്നിയിട്ടില്ല. അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മാറി ഒരു ഏകാന്തമായൊരു ജീവിതം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്കിഷ്ടം പോലെ സമയം, ഈ സമയം മുഴുവൻ ഞാൻ എന്തു ചെയ്യും? കയ്യിൽ കിട്ടുന്നതൊക്കെ വായിക്കും. എനിക്കിഷ്ടം കവിതയായിരുന്നു. അപ്പം ഈ ചങ്ങമ്പുഴയുടെ, വള്ളത്തോളിൻ്റെ, കുമാരനാശാൻ്റെയൊക്കെ കവിതകൾ വായിക്കുക, കയ്യിൽ കിട്ടുന്ന എന്തും വായിക്കുക. അങ്ങനെ കവിതയോട് എനിക്കൊരു വലിയൊരു ആഭിമുഖ്യം തോന്നി. അപ്പോൾ അങ്ങനെ വായിച്ച കവിതകളിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാവണം കവിത എഴുതിയാലോ എന്ന് തോന്നി. കവിത എഴുതി. ഏത് പ്രായത്തിലാണത്?
അതൊരു 10-11 വയസ്സ് പ്രായമുള്ള കാലത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? അത് പെരുമ്പടവത്ത് എലഞ്ഞി, പെരുമ്പടവം എലഞ്ഞി. അപ്പോൾ ഈ വായിച്ച കവിതകളെ ടെ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് കവിത എഴുതാൻ തുടങ്ങി. ഈ ആദ്യം എഴുതിയ കവിത ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. ഒന്നുമില്ല, സൂക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എനിക്ക് എപ്പോഴും. അതെഴുതി കുറേ കാലമൊക്കെ കൊണ്ടു നടന്നു. പിന്നീട് കവിതയെക്കുറിച്ച് ഒരു ഉയർന്ന ബോധം ഉണ്ടായപ്പം ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിരുന്നു. സ്വയം എഴുതിയതിനെ വിലയിരുത്തിയത് അങ്ങനെയാണോ? അങ്ങനെയാണ്. മറ്റ് കവിതകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പം ഈ കവിതയ്ക്ക് വലിയ നിലനിൽപ്പില്ല എന്ന് എനിക്ക് തോന്നി. ഇതെൻ്റെ ഒരു ആഗ്രഹം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷേ എവിടെയൊക്കെ അത് നഷ്ടപ്പെട്ടു പോയി, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പം അതൊന്നുമില്ല, ഒന്നും കയ്യിലില്ല. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ കോളേജിലേക്ക്? അതൊക്കെ എൻ്റെ വിദ്യാഭ്യാസം ഒന്നും പൂർണ്ണമായതല്ല. എൻ്റെ ജീവിതം പോലെ തന്നെ അപൂർണ്ണം തന്നെയാണ് അതെല്ലാം. ജീവിതത്തിൽ ഒന്നും ഒരു സമ്പൂർണ്ണത എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് അത് എഴുത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. ഒരിക്കലും ആയിരിക്കില്ല. കാര്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ അത് എൻ്റെ വായനക്കാരുടെ സ്നേഹം, വാത്സല്യം എന്നുള്ള നിലയ്ക്കാണ്. അപ്പം ഒരു ഒറ്റപ്പെട്ട ഒരാളാണ്, ഒരു ഏകാകിയുടെ ഹൃദയമാണ് എനിക്കുള്ളത്. അന്നത്തെ കാലത്ത് ആ സ്കൂൾ കാലം അല്ലെങ്കിൽ അന്ന് ഇതുപോലെ ഈ കവിത എഴുതുന്നതോ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലൂടെയുള്ള യാത്രകളിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് വല്ലതും ഉണ്ടോ? അപ്പം അന്നത്തെ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ സിനിമാ കൊട്ടയോ അതുപോലെയുള്ള ഏർപ്പാടുകളൊന്നുമില്ല. അപ്പോൾ കാണാൻ സാധിക്കും. അവിടെ നിന്ന് പിറവെന്ന് പറയുന്നത് അവിടെ നിന്ന് 7-8 കിലോമീറ്റർ ദൂരെ പിറവെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി വേണം സിനിമ കാണാൻ. അത് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പോകാനുള്ള സൗകര്യമൊന്നുമില്ല. എങ്കിലും ഏതോ സ്നേഹിതന്മാരുടെ കൂടെ ഞാൻ ആദ്യം പോയി കാണുന്നത് ഒരു തമിഴ് സിനിമയാണ്. 1000 തലയിൽ വാങ്ങി അപൂർവ ചിന്താമണി എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് കണ്ടത്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെയൊക്കെ. അങ്ങനെ അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണുന്നൊരു മലയാള പടം, ഒരു മലയാള സിനിമ ഞാൻ കാണുന്നത് ജീവിത നൗകയാണ്. അത് എന്നെ വല്ലാതെ, എൻ്റെ മനസ്സിനെ വല്ലാതെ ഉണർത്തി. ഒരു കവിതയിൽ നിന്ന്, കഥയിൽ നിന്ന്, നോവലിൽ നിന്ന്, നാടകത്തിൽ നിന്ന് ഭിന്നമായ ഒരു കലാരൂപം. അത് ജീവിതത്തെ എങ്ങനെ ആവിഷ്കരിക്കുന്നു, കഥാപാത്രങ്ങളുടെ മാനസികമായ സംഘർഷങ്ങളെ, അവരുടെ സങ്കടങ്ങളെ, അല്ലെങ്കിൽ സാമൂഹികമായ വ്യവസ്ഥിതിയെ അതെങ്ങനെ വിമർശിക്കുന്നു എന്നൊക്കെയുള്ള പല തലത്തിൽ അതിനെ ആ സിനിമ എന്നെ വളരെയധികം ആകർഷിച്ചു. ഇതൊരു വലിയ അത്ഭുതം കാണുന്നത് പോലെയാണത്. എൻ്റെ കുട്ടിക്കാലം, സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. പിന്നീട് ആ കാലത്ത് തിക്കുറിശ്ശി സുകുമാരൻ നായർ, BS സരോജ എന്ന് കേൾക്കുമ്പം ഭയങ്കര ആരാധനയാണ്. തിക്കുറിശ്ശിയുടെ പടം ഞാൻ ഒട്ടിച്ച് സൂക്ഷിച്ചിരുന്നു. അത് ഞാൻ പിന്നീട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ തിക്കുറിശ്ശി ചേട്ടനോട് പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ മനസ്സിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ തിക്കുറിശ്ശി ചേട്ടനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരാരാധകനെ ഗ്രാമത്തിൽ കിട്ടിയല്ലോ, സന്തോഷം എന്ന് പറഞ്ഞ് തിക്കുറിശ്ശി ചേട്ടൻ എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ആദ്യം കാണുന്ന സിനിമ അതാണ് ഈ ജീവിത നൗക. ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞാൽ നമുക്കത്? പല പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ യൗവനകാലം എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല കാലമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് കവിതയുടെ കാലമാണ് വരുന്നു. കവിതയുടെ കാലം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ P. ഭാസ്കരൻ, വയലാർ തുടങ്ങിയിട്ടുള്ള വലിയ കവികൾ, അവർ പാട്ടെഴുത്തുകാർ മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ കവികളായിരുന്നു അവർ. അപ്പം അവരുടെ പാട്ടുകൾ, അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പാട്ട് പറയാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കിടന്ന് അലയടിക്കുന്ന ചില പാട്ടുകളുണ്ട്. അതെൻ്റെ ഏകാന്തതകളിൽ ഞാൻ ഒറ്റയ്ക്കായി തീരുമ്പോൾ ആ പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തിരയടിച്ചൊരു സമുദ്രം പോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ളത് ഭാർഗവി നിലയം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. അതിനിടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറും ഞാനും തമ്മിൽ ഒരു സ്വല്പം അടുത്ത ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഒന്നാമത് അടുത്തടുത്താണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തലയോലപ്പറമ്പും എൻ്റെ പെരുമ്പടവും തമ്മിൽ ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു ആരാധനയോട് കൂടി ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീല വെളിച്ചം എന്ന് പറഞ്ഞ കഥ അത് ഭാർഗവി നിലയം സിനിമയാക്കിയപ്പോൾ അത് ആർത്തിയോട് പോയി കണ്ട ആളാണ് ഞാൻ. അപ്പം ജീവിത നൗകയിൽ നിന്ന് മലയാള സിനിമയ്ക്കുണ്ടായ വളർച്ചയുടെ ഒരു ഘട്ടത്തെ തന്നെ കാണിക്കുന്നതാണ് ആ സിനിമയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഒരു കവിതയുണ്ട്, ഏകാന്തതയുടെ അപാര തീരം എന്ന് പറഞ്ഞാൽ. അത് എപ്പോഴും എൻ്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു പാട്ടാണ്. സിനിമയിൽ അത് പാടുന്നത് മധുവാണ്. പക്ഷേ അതല്ല, ആ
സമുദ്രതീരത്ത് നിന്ന് തിരകൾ വന്നലയ്ക്കുന്ന തീരത്ത് നിന്നുകൊണ്ട് അകലെ അപാരതയിലേക്ക് നോക്കി പാടുന്നത് ബഷീർ തന്നെയാണെന്നാണ് എനിക്കിപ്പോഴും തോന്നാറ്. അത്ര ഏകാന്തതയുടെ അപാരതീരം എന്ന് പറഞ്ഞാൽ പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ട് നടക്കും. ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാരതീരം, ഏകാന്തതയുടെ അപാര